പ്രോജക്ട് സബ്മിഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ പിന്നെ എക്സാം എന്ന് കേട്ടാലേ ഉടനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിലേക്ക് പോകാനായിട്ട്. ഓട്ടോയിലാണെങ്കിൽ നിറച്ച് തിരക്കായതുകൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങിരുന്ന് കേട്ടോ. ഓട്ടോയിൽ കയറിയിട്ട് ലിപ്സ്റ്റിക് ഇട്ടോണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോ കാണുന്നത്. സംഭവം ഞങ്ങൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും ചായ കുടിക്കാൻ കയറിയതുകൊണ്ട് കേട്ടോ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വന്നപ്പോഴത്തേക്ക് ഇവനെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവനോട് കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ ടീംസ് മൊത്തം വന്നിട്ടുണ്ട്. ക്യാമറയ്ക്ക് മുമ്പിൽ വരാൻ മടിയുള്ളവരെ ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവന്ന് നാട്ടുകാരെ മൊത്തം കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെ. ഇനിയിപ്പോ നിങ്ങൾ കാണാൻ പോകുന്നത് പിറ്റേ ദിവസത്തെ പരിപാടികളാണ്. എത്താനായിട്ട് കുറച്ച് താമസം ഉണ്ടായിരുന്നു, കാരണം കുറച്ച് കറങ്ങിയൊക്കെ ആയിട്ടാ വന്നത്. എനിക്ക് വിശന്നപ്പം ഒരു മീൽസ് കഴിക്കാന്ന് പറഞ്ഞ് കയറിയതാണ്. മീൽസ് കഴിക്കാനായിട്ട് മാത്രം കയറി ഞങ്ങൾ കിഴി ബിരിയാണിയിലേക്ക് പെട്ടെന്ന് മാറി. വലിയ ഹോപ്പൊന്നും ഇല്ലാതെ വെറുതെ വാങ്ങിയതാണ് സംഭവം. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. മന്തിയൊക്കെ ഇറങ്ങി പിന്നെ ബിരിയാണിയുടെ ഫാൻസ് അങ്ങ് കുറഞ്ഞു പോയെന്ന്. പക്ഷെ ഇല്ല കേട്ടോ, ബിരിയാണിക്ക് ഇപ്പോഴും നല്ലൊരു ഫാൻ ബേസ് ആണ് നമ്മൾക്കിടയിലുണ്ട്. ഇവളും കൂടെ എവിടെ പോയാലും ഞങ്ങളുടെ ടേസ്റ്റിന്റെ ആ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഒരേപോലാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ എന്ത് കഴിച്ചാലും ഞങ്ങൾക്ക് ഒരേപോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളൊന്നും കഴിക്കാത്തതുകൊണ്ട് ഉച്ചക്കത്തെ ബിരിയാണി ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു കേട്ടോ. ജ്യൂസിന് ഒരു എന്തോ പ്രത്യേക ടേസ്റ്റ് തോന്നിയേ. എങ്ങനെ ഉണ്ടായിരുന്നു? നിറഞ്ഞോ? വയറൊക്കെ നിറഞ്ഞിട്ട് ഞങ്ങൾക്ക് എഴുന്നേക്കാൻ വയ്യ എന്നിട്ട് അവള് പറഞ്ഞത് സത്യമാണ്. ഞങ്ങൾ എവിടെ പോയി ഒരുമിച്ച് കഴിച്ചാലും ഞങ്ങൾക്ക് പിന്നെ എഴുന്നേക്കാൻ വരത്തില്ല. കുറച്ചായിട്ട് ഇരുന്നിട്ടാട്ടോ ഞങ്ങൾ എഴുന്നേറ്റത്. നമുക്ക് വീട്ടിൽ പോകേണ്ട വരത്തില്ല, തിരിച്ച് ഹോസ്റ്റലിലേക്ക് തന്നെ പോകേണ്ടി വരും, കാരണം നമ്മളെ വീട്ടിൽ കയറ്റത്തില്ല. അതിനിടയ്ക്ക് ഞങ്ങളൊരു പേസ്ട്രിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബൈ.